ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ചില ആളുകളുണ്ട്, അവരിഷ്ടപ്പെടുന്ന വ്യക്തി അവരെ വിട്ടിട്ട് പോകും എന്നുള്ള ഒരു ഭയം, ഒരു ഫിയർ കാരണം പല കാര്യങ്ങളും കണ്ണടയ്ക്കും. അതായത് അവരെന്തെങ്കിലും ചെയ്തോളട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിൽ പല പ്രവൃത്തികളും എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന മട്ടില് അത് ഡീൽ ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന പല കാര്യങ്ങളുമായിരിക്കും നിങ്ങളുടെ വാല്യൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അത് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ പോകുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ ഡിസേർവിംഗ് ആയ രീതിയിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്ത് തുടങ്ങും. സോ ഇനി പറയാൻ പോകുന്ന പ്രവൃത്തികൾ പലപ്പോഴും അറിയാതെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയാതെ ചെയ്യുന്നതായിരിക്കാം. സോ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രവൃത്തികൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് വേണ്ടത് എന്ന് കരുതി ഒന്നും മിണ്ടാതിരിക്കും. അതായത് ആ ഒരു വഴക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതൊരു കാര്യമായി എടുക്കുകയും ആ റിലേഷൻഷിപ്പിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വഴക്ക്, അല്ലെങ്കിൽ കൃത്യമായി സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, എന്നിട്ടും സംസാരിക്കാതിരിക്കുന്നു. സോ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമായിട്ട് കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവർ വേണ്ട എന്ന് വെക്കുമോ എന്നൊക്കെ ഒരു ഭയം കാരണം പലപ്പോഴും പറയേണ്ടതായ കാര്യങ്ങൾ പറയാതിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു പ്രവൃത്തി. രണ്ട്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ റിലേഷൻഷിപ്പിന്റെ കേസിലാണെങ്കിൽ പോലും കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ബൗണ്ടറീസ് ഉണ്ടായിരിക്കാം. അത് ഫിസിക്കൽ ബൗണ്ടറീസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ബൗണ്ടറീസ് ആയിരിക്കാം, ഇമോഷണൽ ബൗണ്ടറീസ് ആയിരിക്കാം. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രീതി വെച്ച്, നിങ്ങളുടെ ചിന്താഗതി വെച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കും, അവർക്ക് അത് അൺകംഫർട്ടബിൾ ആയി മാറുമോ, അല്ലെങ്കിൽ നീ ഒരുപാട് ചേഞ്ചായി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് വരുമോ എന്നുള്ള ഫിയർ കാരണമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസ് സോഫ്റ്റൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ ഒരു ലിമിറ്റ് എല്ലാം എടുത്തു നീക്കുകയും പേഴ്സണൽ ബൗണ്ടറീസ് ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. സോ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ബൗണ്ടറീസ് എല്ലാം നിങ്ങൾ സോഫ്റ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും സ്വയം നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുകയും അത് ആ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് പ്രശ്നമല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് കൊണ്ടാണ്. മൂന്ന്, അവരുടെ ഭാഗത്തുനിന്നും എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി ഹേർട്ട് ആയിട്ടുണ്ട്, നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളത് തുറന്നു പറയുന്നില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് പറ്റില്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് പോവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചാലോ എന്ന് കരുതിക്കൊണ്ട് അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ, അതിനൊന്നും റിയാക്ട് ചെയ്യാതെ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി. അങ്ങനെയാവുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പിനെ ചേഞ്ച് ചെയ്യാനോ സാധിക്കില്ല. സോ നിങ്ങൾക്ക് ഹേർട്ട് ആയിട്ടും അത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തുറന്ന് പറയാതെ, അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോകും എന്നുള്ളൊരു ഭയം കാരണം തുറന്ന് പറയാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതെനിക്ക് ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള മൂന്നാമത്തെ കാര്യം. 4, അവരുടെ ഒരു ഇഷ്ടം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സെറ്റിൽ ചെയ്യുന്നു, പല കാര്യങ്ങൾക്കും കോംപ്രമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആ ഒരു അറ്റൻഷൻ കിട്ടണം, അവർ നിങ്ങളോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറണം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കാരണം നിങ്ങൾ ഡിസേർവിങ് അല്ലാത്ത രീതി, നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതല്ല ഡിസേർവ് ചെയ്യുന്നത്, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്
എന്നറിഞ്ഞിട്ടും അതിന് കുറവായ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ സാധിക്കാത്തതിന്റെ മറ്റൊരു റീസൺ. ഈ ഒരു പ്രവൃത്തി നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആ വ്യക്തി വളരെ കുറവായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു അറ്റൻഷൻ നൽകുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കൺസിഡർ ചെയ്യുന്നത് തന്നെ വേണമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നൊരു ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ, എന്നിട്ടും നിങ്ങൾ ഒരുപാട് ഹാർഡായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവർ ഗിവിങ് ചെയ്യുന്നു എന്ന് പറയാം. സോ ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ എഫേർട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതൊരു വൺ സൈഡഡ് ആയി മാറിയിട്ട് കൂടി നിങ്ങൾ ഓക്കെ ആണ് എന്ന ആറ്റിറ്റ്യൂഡിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഓവർകം ചെയ്യാത്തതിൻ്റെ, മാത്രമല്ല നിങ്ങൾ ഡിസേർവിങ് ആയ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യാത്തതിൻ്റെ മറ്റൊരു റീസൺ. സോ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക്, ഹെൽത്തി ആയ രീതിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അത് മാറും എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ പ്രവൃത്തി തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യുകയും എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയി നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്ക് കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം പോസിബിൾ ആയിരിക്കില്ലല്ലോ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസേർവിംഗ് ആയ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ഒരു ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ സിറ്റുവേഷൻ എന്താണ്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ആണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. സോ താല്പര്യമുള്ള ആളുകൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എനിവേസ്, നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. താങ്ക്